പരിശുദ്ധ അമ്മ പ്രത്യക്ഷീകരണപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ യേശുവിനും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ശരണ്യ, ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദു ആണ്. ഞാൻ 2024 നവംബർ 25 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ജർമ്മൻ B2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സും അതുപോലെ യൂട്യൂബിൽ സാക്ഷ്യങ്ങളും കണ്ടിട്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി ഉടമ്പടിയെ പറ്റിയിട്ട് അറിയുന്നത്. ഞാൻ B2 ഓൺലൈനാണ് പഠിക്കുന്നത്. ഞാൻ B1 ആയപ്പോഴത്തേക്കും ഓൺലൈൻ എടുക്കാൻ ചൂസ് ചെയ്തു. അപ്പം തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് പാടായിരുന്നു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ മാസം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അതിൽ ഒരു മൊഡ്യൂൾ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ ഓർത്തു അത് പാസ്സാവും എന്നുള്ളത്. മറ്റത് എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള രീതിയിൽ ഞാൻ പാസ്സാകും എന്ന് പറഞ്ഞത് ഞാൻ ഫെയിലായി. പക്ഷെ ഞാൻ പാസ്സാവില്ല, എനിക്ക് ഭയങ്കര ടഫായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുത്ത മാസം പിന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം എനിക്ക് പാസ്സാവാൻ പറ്റി. B2 പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഏജൻസി നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഏജൻസികൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്തു, പക്ഷേ എനിക്ക് ഒന്നും ശരിയാവുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് പിന്നെ ഉടമ്പടി എടുത്തു. എനിക്ക് ഇത്രയും ദൂരമായിട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ഏജൻസി കിട്ടണമെന്ന്. ഞാൻ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് നടക്കാറുണ്ട്. അതുപോലെ എനിക്ക് ചൊവ്വാഴ്ച ബുധനാഴ്ച ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് എന്ത് നല്ല കാര്യം നടന്നാലും അത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ആയിരിക്കും നടക്കുന്നത്. അതുപോലെ 7 എന്നുള്ള നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഓൺലൈനായിട്ട് നിയോഗം എടുത്ത് വെച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഒരു ഏജൻസി കിട്ടി. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ട് കൂടുതൽ സംസാരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് അവരെ നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശ്വാസമായി. അതുപോലെ അവരുമായിട്ട് പെട്ടെന്ന് നമ്മൾ കണക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ശരിയായി. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു തന്നു. B2 പഠിക്കുമ്പോൾ തന്നെ എനിക്ക് സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് ഏജൻസിയും കാര്യങ്ങൾ കിട്ടി. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഒരു ജൂലൈ എൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈയിൽ 7 മാസം അത്. അപ്പോൾ എനിക്ക് 7 എന്നുള്ള നമ്പർ ഭയങ്കര പ്രത്യേകതയുള്ളതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് 11-ാം തീയതി. അപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ കോൺട്രാക്റ്റ് എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേയുടെ തലേന്ന് എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കോൺട്രാക്റ്റ് റെഡി ആയിട്ടുണ്ട്, പ്രോസസ്സിങ് ഫീ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടക്കണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇതും എൻ്റെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എൻ്റെ കോൺട്രാക്റ്റ് വന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനും എനിക്ക് എൻ്റെ കോൺട്രാക്റ്റും കിട്ടി. അങ്ങനെ എനിക്ക് ഞങ്ങൾ വിസയ്ക്ക് സ്ലോട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്ലോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊന്നും ഞാൻ ഏജൻസിയിൽ നിന്ന് എടുത്ത് തരും എന്ന് ഓർത്ത് നിന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഒരു സ്ലോട്ട് കിട്ടി, പക്ഷെ നടന്നില്ല. അങ്ങനെ എനിക്ക് ആ ഇൻടേക്ക് മിസ്സായി. പക്ഷേ എനിക്കൊരു വിഷമവും തോന്നിയില്ല. എന്തെങ്കിലും നല്ലതിനായിരിക്കും എന്നുള്ളൊരു ട്രസ്റ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കിട്ടി. ഒന്ന് പോയാൽ അടുത്തത് എന്നുള്ളതായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഇൻടേക്ക് മിസ്സായി. പക്ഷേ എനിക്ക് പിന്നീട് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട വന്നില്ല. അതുപോലെ എനിക്ക് കോൺട്രാക്റ്റും വേറെ വേണ്ടി വന്നില്ല. ഇത് തന്നെ വെച്ച് തന്നെ അടുത്ത ഇൻടേക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു. ഈ ഡിസംബറിൽ 14-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ എംബസിയിൽ ലീവായിരിക്കും, വിസ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് ഓർത്തിരുന്നു. പക്ഷേ ഇതൊക്കെ നടന്നിട്ടും എനിക്ക് മുന്നേ വെച്ചവർക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് കറക്റ്റ് 22 ദിവസമായപ്പോൾ എനിക്ക് വിസ കിട്ടി. അങ്ങനെ ഈ വരുന്ന നാളെ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് 9-ാം ക്ലാസ് തൊട്ട് ഡ്രൈവിംഗ് അറിയാം. പക്ഷേ എപ്പോഴും എനിക്ക് എക്സാം കാരണം ഡേറ്റ് എടുക്കും, അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, നടക്കാറില്ല. ഒന്നുമില്ല ടെക്സ്റ്റ് നടക്കാറില്ല, അല്ലെങ്കിൽ പോകാൻ പറ്റാറില്ല. അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടക്കില്ല എന്നാൽ പിന്നെ നമുക്ക് വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഈ കഴിഞ്ഞ 27-ാം തീയതി എനിക്ക് ടെസ്റ്റ് പാസ്സാവാൻ പറ്റി, എനിക്ക് ലൈസൻസ് കിട്ടി. അതുപോലെ എനിക്ക് ഇടയ്ക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ തലവേദന മാറി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു ആകാശപ്പറവയുണ്ട്. അവിടെ ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോണിലൊക്കെ ഇങ്ങനെ വയ്യാത്തവരുടെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ചാരിറ്റിയിൽ ഞങ്ങൾ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പത്രം ഞാൻ റോഡിലും അതുപോലെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു.
എല്ലാവരും സംതൃപ്തരാകുന്നു. സങ്കീർത്തനം 145:16 വചനം. ദൈവം തൻ്റെ കൈ തുറന്നു നമുക്ക് ആവശ്യാനുസരണം നൽകുന്നു. കൃപാസനം മരിയൻ ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനയിലൂടെ, മധ്യസ്ഥതയിലൂടെ ദൈവം നമ്മുടെ നിയോഗങ്ങൾ നിറവേറ്റുമെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഉടമ്പടി മധ്യസ്ഥതയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന ഒരാത്മീയ പാതയാണ്, ഒരാത്മീയ വഴി പദ്ധതിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ദൈവം നൽകിയൊരു പദ്ധതിയാണ്. ദൈവം തൻ്റെ കൈ തുറന്നു കൊടുക്കുന്നു. നമ്മൾ ജോലിക്ക് വേണ്ടിയാവാം വിഷമിക്കുന്നത്, ഒരു പക്ഷേ ഇൻ്റർവ്യൂ പാസ്സാവാനോ, രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കാനോ, കഷ്ടപ്പാടുകളും കുടുംബ പ്രാരാബ്ധങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെ നമ്മളെ അലട്ടുമ്പോൾ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കൈ തുറന്നു കൊടുക്കുന്ന ഒരു ഈശോയെയും നമ്മെ കയ്യിൽ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നാം ഇവിടെ അനുഭവിക്കുന്നത്. കൃപാസനം അമ്മയും ഈശോയുടെയും അനുഗ്രഹങ്ങളാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഉടമ്പടി ജീവിതത്തിൽ അമ്മ കാണിച്ച വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മീയ പാത, ആത്മീയ അനുഗ്രഹം, ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിലെ സംരക്ഷണങ്ങൾ, ജീവിതത്തിലെ വിജയങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അമ്മ മാതാവ് കരുണയുടെ കയ്യിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഉടമ്പടി ജീവിതം ദൈവത്തിൽ ആശ്രയിച്ച് അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേൾക്കുന്നത്. ഈ മകൾ പറഞ്ഞ സാക്ഷ്യം ശരണ്യ ചന്ദ്രൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തതും ദൈവം കൈ തുറന്നു നൽകിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മകൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും B2 ജർമ്മൻ പരീക്ഷ എഴുതാനായിട്ടാണ് അമ്മയുടെ അനുഗ്രഹത്തിനായി ഇവിടെ വന്നത്. അക്രൈസ്തവയായ ഈ മകൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൂടുതലും ഉടമ്പടിയിൽ ഈ മകൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഓരോ പരീക്ഷയ്ക്ക് പോകുന്നത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണിച്ചാൽ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്ക് ഓരോ കാര്യങ്ങളും പൂർത്തീകരിച്ച് വിജയം വരിക്കുവാനായിട്ട് ഈ മകൾക്ക് സാധിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് പരീക്ഷ എഴുതിയപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പരീക്ഷ പാസ്സാകാൻ സാധിക്കുകയും ബർത്ത്ഡേക്കാണ് മകൾ കോൺട്രാക്റ്റ് കിട്ടാനായിട്ട് ഡേറ്റ് ചോദിച്ചത്. അങ്ങനെ ജൂലൈ 7, അതായത് 7-ാം തീയതി അമ്മയുടെ ഒരു ദിവസം കൂടിയാണ്. അങ്ങനെയാണ് ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്, എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു സൈൻ തരണമേന്ന്. അങ്ങനെയാണ് ഈ മകളും ബർത്ത്ഡേക്ക് കോൺട്രാക്റ്റ് കിട്ടുകയും അന്ന് തന്നെ അവർ പൈസ ചോദിക്കുകയും ചെയ്തത്. പക്ഷെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ സമയത്ത് വർഷങ്ങളോളം, ഒരു വർഷത്തോളം വിൽക്കാനിട്ടിരുന്ന ഒരു പ്ലോട്ട് വിൽക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെങ്കിൽ അതും ജൂലൈ 7-ാം തീയതി തന്നെ ആ പ്ലോട്ട് വിൽക്കുകയും പൈസ കയ്യിൽ വരികയും ഡിസംബർ 7-ാം തീയതി കോൺട്രാക്റ്റിനുള്ള കാശ് കൊടുക്കുവാനായിട്ട് എല്ലാം റെഡിയാക്കി തരികയും ചെയ്തു. ഇതാണ് നാം പറയുന്നത്, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കൈ തുറന്നു കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു സ്നേഹവും വാത്സല്യവും കരുണയും സംരക്ഷണവുമാണ് നാം ഓരോ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നും അറിയില്ല, കയ്യിലൊന്നുമില്ല, പക്ഷെങ്കിൽ കോൺട്രാക്റ്റ് വന്നു. എവിടെ നിന്ന് കാശ് കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷെങ്കിൽ അമ്മ കൊടുത്ത വഴി ഇതാണ്. ഒരു വർഷം വിൽക്കാതെ കിടന്ന പ്ലോട്ട് ആ ജൂലൈ 7-ാം തീയതി പൈസ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം തന്നെ ആ പ്ലോട്ട് വിൽക്കാൻ സാധിച്ചു. കൊടുക്കുവാനുള്ള ക്യാഷ് കയ്യിൽ വരികയും ചെയ്തു. ഇതാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ. നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും എത്ര പ്രശ്നങ്ങളായാലും ഉടമ്പടി മക്കൾക്ക് എല്ലാം ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. കാരണം ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയും അമ്മയുമാണ് നമ്മെ സംരക്ഷിക്കുന്ന ദൈവം കൂടെയുണ്ട്. അത് വിൽക്കുകയും പിന്നെ മോളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു. പിന്നീട് ഈ മകൾക്ക് വിസയുടെ കാര്യമാണ്. വിസ സ്ലോട്ട് കിട്ടുന്ന ദിവസവും അതും ഈശോയുടെ അമ്മയുടെ പ്രാർത്ഥിച്ച ഫലമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുകയും വിസ സ്ലോട്ട് ഔട്ട് ചെയ്യാനും എല്ലാം ഈശോയും അമ്മയും കനി നൽകിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ എന്ത് തന്നെ ആയാലും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും കൈ തുറന്നു കൊടുക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം.
നമ്മളെ സംതൃപ്തമാക്കുന്ന, നമ്മളെ സംതൃപ്തരാക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കൂടെ, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയുണ്ട് കൂടെയെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ശരണ്യ ചന്ദ്രന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.